നമ്മൾ ഒരാൾക്ക് അയക്കുന്ന മെയിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന സമയത്ത് വേണം അയാൾ വായിക്കും. അതല്ലെങ്കിൽ നമ്മൾ ഒരു മെയിൽ അയക്കുമ്പോൾ അതിലൊരു പാസ്വേഡ് സെറ്റ് ചെയ്തിട്ട് എങ്ങനെയാണ് മറ്റൊരാൾക്ക് മെയിൽ അയക്കും. നമ്മൾ അയച്ച മെയിൽ ഓട്ടോമാറ്റിക് ആയിട്ട് എങ്ങനെയാണ് ഡിലീറ്റ് ആകാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ സെറ്റ് ചെയ്യുക. എന്നീ കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. നമ്മൾ ജിമെയിൽ ഇതുപോലെ ഓപ്പൺ ആക്കി അത് കഴിഞ്ഞിട്ട് ഇവിടെ കമ്പോസ് ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു, ടു കൊടുക്കുന്നു, സബ്ജക്ട് കൊടുക്കുന്നു, മെയിൽ കൊടുക്കുന്നു. ഇനി ഇത് കോൺഫിഡൻഷ്യൽ മോഡിൽ, അതായത് നമ്മൾ ഉദ്ദേശിക്കുന്ന സമയത്ത് മാത്രം മറ്റൊരാൾക്ക് വായിക്കാൻ പറ്റുന്ന രീതിയിൽ സെറ്റ് ചെയ്യാനായിട്ട് ഇവിടെ ഒരു ലോക്കിന്റെ ചിഹ്നം കാണും. ടോഗിൾ കോൺഫിഡൻഷ്യൽ മോഡ് എന്നാണ് ഇതിനായി പറയുന്നത്. ഈ ഒരു താഴിന്റെ ചിഹ്നമുണ്ട്, ആ ചിഹ്നത്തിൽ സെലക്ട് ചെയ്യുക. അപ്പൊ ഇതുപോലെ ഒരാഴ്ചക്കുള്ളിൽ എക്സ്പയർ ആണ് ഇത് അതുപോലെ തന്നെ കൊടുക്കുക. 1 ഡേ, ഒരു ദിവസത്തിനുള്ളിൽ. അപ്പൊ ഈ ഒരു ദിവസത്തേക്ക് മാത്രമേ മറ്റേയാൾക്ക് ഈ മെയിൽ ഓപ്പൺ ചെയ്ത് വായിക്കാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ഈ മെയിൽ ഡൗൺലോഡ് ചെയ്യുക, കോപ്പി ചെയ്യുക, പ്രിന്റ് എടുക്കുക, അങ്ങനത്തെ കാര്യങ്ങൾ ഫോർവേഡ് ചെയ്തൊന്നും പറ്റത്തില്ല. അതാണ് ഇതിന്റെ പ്രത്യേകത. അങ്ങനെ നമുക്ക് 5 വർഷം വരെ ഉണ്ട്. നമുക്ക് ഇതിലേതാ നമുക്ക് വേണ്ട, ഈ ഒരു സെറ്റിംഗ്സിൽ മാത്രമേ നമുക്ക് പണിയാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മളിവിടെ 5 വർഷം സെലക്ട് ചെയ്ത് കൊടുത്തു കഴിയുമ്പോൾ അത് ഇവിടെ 2000, അപ്പൊ ഇവിടെ ഡേറ്റ് കൃത്യമായിട്ട് കാണിക്കും. 2029 ഇത് എക്സ്പയറി ആയി പോവുക. ഓക്കെ. അതുപോലെ SMS പാസ്കോഡ് വേണമെങ്കിൽ ഇവിടെ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. അത് നേരത്തെ പോലെ തന്നെ മൊബൈൽ നമ്പർ നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കണം. അങ്ങനെ നമുക്ക് വേണ്ട എക്സ്പയറി നമ്മൾ ഇവിടെ സെറ്റ് ചെയ്തതിന് ശേഷം സേവ് കൊടുക്കുക. സേവ് കൊടുത്തിട്ട് അപ്പൊ ഇവിടെ ഇതുപോലെ കാണിക്കും, നോട്ടിഫിക്കേഷൻ ഇതുപോലെ നമുക്ക് കാണും. അത് ഈ മെയിൽ കിട്ടുന്ന ആൾക്ക് ഇവിടെ കാണാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് ഇവിടെ സെൻഡ് ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇത് കോൺഫിഡൻഷ്യൽ മോഡിൽ, അതായത് നമ്മൾ ഉദ്ദേശിച്ച സമയം വരെ ഓപ്പോസിറ്റ് ഉള്ള ആൾക്ക് ഈ ഒരു മെയിൽ വായിക്കാൻ പറ്റത്തുള്ളൂ എന്ന രീതിയിൽ ഇത് സെൻഡ് ആവും. അപ്പൊ ഇതുപോലെയാണ്. ഇനി നമ്മൾ പാസ്കോഡ് കൊടുത്ത് അയക്കുകയാണെങ്കിൽ അവർ നേരത്തെ കാണിച്ച പോലെ പാസ്കോഡ് ചോദിക്കുക. പാസ്കോഡ് ഇവിടെ എൻ്റർ ചെയ്താലാണ് ഓപ്പോസിറ്റ് ഉള്ള ആൾക്ക് ഈ മെയിൽ വായിക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഇങ്ങനെയാണ് കോൺഫിഡൻഷ്യൽ മോഡിൽ മെയിൽ നമ്മൾ സെൻഡ് ചെയ്യുക. അപ്പൊ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരൊക്കെ ചാനൽ സപ്പോർട്ട് ചെയ്തരണേ.